എയും ബിയും എൻ പോയിന്റ് ആയിട്ട് എത്ര തരത്തിലുള്ള ഇന്റർവൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം? ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഉണ്ടാക്കാം, ഓപ്പൺ ഇന്റർവൽ എ ബി ഉണ്ടാക്കാം. ഇറ്റ്സ് ആൻ ഇന്റർവൽ. ഇത് രണ്ട് ഇന്റർവൽ ആണ്. ഇനി ഒരു ഭാഗത്ത് എയും ഒരു ഭാഗത്ത് ബി ഓപ്പൺ ഇങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ ഇത് ഉണ്ടാക്കാം. Now what is the definition of this interval? This the set of all x belongs to R such that a less than or equal x less than or equal to b. എല്ലാ റിയൽ നമ്പേഴ്സും എക്കും ബിക്കും ഇടയിലുള്ള ഓപ്പൺ ഇന്റർവൽ എ ബി ആകുമ്പോഴോ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ ആകുമ്പോൾ എന്റെ അവിടെ ഈക്വൽ ടു വരും, ബിന്റെ അവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ വരും. ഇവിടെ ആകുമ്പോൾ എന്റെ അവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ വരും, ബിന്റെ അവിടെ ഈക്വൽ ടു വരും. ഇതാണ് ഈ ഇന്റർവെൽസിനെ. ഈ ഇന്റർവെൽ കൂടാതെ കുറച്ചുകൂടി ഇന്റർവെൽസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഇന്റർവെൽ ആണ് നോക്കുക, മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ തന്നെ മൈനസ് ഇൻഫിനിറ്റി എ ക്ലോസ്ഡ് ആവാം. ഇതാണ് നമ്മളുടെ ഇന്റർവെൽസ്. ക്ലോസ്ഡ് എ ബി, ഓപ്പൺ എ ബി, മൈനസ് ഇൻഫിനിറ്റി എ. മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി മുതൽ എ വരെയുള്ള നമ്പേഴ്സിൽ എക്സ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ മതി. എ എന്നുള്ള നമ്പറിനേക്കാളും ചെറിയ എല്ലാ ആളുകളും, ചെറിയ മുഴുവൻ നമ്പർ എക്സ്, സെറ്റ് ഓഫ് ഓൾ x belongs to R such that x is to the left of a, x is less than a. Set of all x belongs to R such that x less than or equal to a. A കൂടി ഉൾപ്പെടും. അതേപോലെ ഈ ഇങ്ങനെ വരും a ഇൻഫിനിറ്റി അല്ലെ, എ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും കേട്ടോ. കാരണം ആ ഇൻഫിനിറ്റിന്റെയും മൈനസ് ഇൻഫിനിറ്റിയും നമ്മുടെ റിയൽ ലൈൻ ആയിട്ട് കൂട്ടില്ല. റിയൽ ലൈനിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണ് പ്ലസ് ഇൻഫിനിറ്റി മൈനസ്. അപ്പൊ ഇതൊക്കെ കൂടാതെ this an interval minus infinity plus infinity equal to set of R itself is an interval. സിംഗിൾട്ടൺ സെറ്റ് 1 ഇന്റർവൽ ആണോ എന്നാണ് അടുത്ത ചോദ്യം. സിംഗിൾട്ടൺ സെറ്റ് 1 ഇന്റർവൽ ആണ്. കാരണം സിംഗിൾട്ടൺ സെറ്റ് 1 can be written as closed interval 1 1. 1 മുതൽ 1 വരെയുള്ള മുഴുവൻ റിയൽ നമ്പേഴ്സും ഇല്ലേ ഈ സെറ്റില്. 1 മുതൽ 1 തുടങ്ങി 1 അവസാനിക്കുന്ന മുഴുവൻ റിയൽ നമ്പേഴ്സും. That is singleton set 1. So singleton sets are closed sets. Singleton set A can be written as closed interval A. Again, empty set is an interval. Empty set equal to open interval A. A മുതൽ A വരെ എന്താ പറയാ, A പുറത്താണ്. So empty set is an interval. Singleton set is an interval. ഞാൻ പറഞ്ഞു ഒരു ഇന്റർവൽ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർവെലിന്റെ പ്രത്യേകതകൾ ഒറ്റ സെന്റൻസിൽ പറയാണ്. എസ് ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് ഉള്ള. ഇനി എക്സും വൈയും എസിലുണ്ടെങ്കിൽ, എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ, എക്സ് മുതൽ വൈ വരെയുള്ള മുഴുവൻ ആളുകളും എസിലുണ്ടെങ്കിൽ, then S is an interval. This is called characterization theorem. അപ്പോൾ ഒരു എസ് എന്നുള്ള ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എസിൽ ഏത് എക്സും വൈ എടുത്താൽ അതിൻ്റെ ഇടയിലെ കംപ്ലീറ്റ് പോയിന്റ്സും എസിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഈ പോയിന്റും എസിൽ ഈ പോയിന്റും ഉണ്ടെങ്കിൽ ഇതിനിടയിലെ കംപ്ലീറ്റ് പോയിന്റ്സ് ഉണ്ടാവണം. അതാണ് ഇന്റർവെലിന്റെ പ്രത്യേകത. 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള കംപ്ലീറ്റ് പോയിന്റ് ഉണ്ടാവണം. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്റർവെൽ ആകും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
അപ്പൊ പ്രൂവ് ചെയ്യാന് നമ്മള് മൂന്ന് കേസ് ആയിട്ട് എടുക്കുക. ഒന്ന് ഇന്റർവെൽസിനെ 3 കേസ് ആയിട്ട് എടുക്കുക. 3 അല്ല 4. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാല് S is bounded. നമുക്ക് ഒരു ഇന്റർവെൽ അല്ലെ ഒരു സെറ്റ് ബൗണ്ടഡ് ആവണമെങ്കിൽ അതിനൊരു ലോവർ ലിമിറ്റും വേണം, അപ്പർ ലിമിറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ ലോവർ ബൗണ്ടറിയും വേണം, അപ്പർ ബൗണ്ടറിയും വേണം. അതായത് ഇൻഫിമം വേണം, സുപ്രീമം വേണം, അല്ലെ? ലോവർ ബൗണ്ടും വേണം, അപ്പർ ബൗണ്ടും വേണം, അല്ലെങ്കിൽ ഇൻഫിമം വേണം, സുപ്രീമം വേണം, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം. രണ്ടാമത്തെ കേസ് S is bounded above. മൂന്നാമത്തെ കേസ് S is bounded below. നാലാമത്തെ കേസ് S is neither bounded and unbounded എന്ന് പറഞ്ഞാൽ അത് രണ്ടും അൺബൗണ്ടഡ് ആണ്. neither bounded above nor bounded below. ബൗണ്ടഡ് ആണ് എന്നാണ് കേസ് 1. എസ് ബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്യുക. ബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്താൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം എസ് ബൗണ്ടഡ് ആണെങ്കിൽ എസ് ഹാസ് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്. So by completeness property, S has an infimum and supremum. We call the infimum as small a and supremum as small b. Then the maximum possibility of S, the S ആകാവുന്ന പരമാവധി സാധ്യത closed interval AB ആണ്. That is S is contained in closed interval AB. കാരണം S ന്റെ infimum A ആണ്, supremum B ആണ്. പിന്നെ എസിന് ആകാവുന്ന അതിന്റെ ഇടയിലെ മുഴുവൻ ആളുകൾ എടുക്കുക, അതിന്റെ പുറത്തുനിന്ന് എസിന് ആളെടുക്കാൻ പറ്റില്ല. അപ്പൊ എസിന് പരമാവധി ചെയ്യാൻ പറ്റുന്ന എക്കും ബിക്കും ഇടയിലെ മുഴുവൻ ആളുകൾ എടുക്കുകയാണ്. എസിന്റെ മാക്സിമം പോസിബിലിറ്റി ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ്. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യണേ എസ് മിനിമം ഓപ്പൺ ഇന്റർവൽ എ ബി ആണെന്നാണ്. സോ വി ഷാൽ പ്രൂവ് ഓപ്പൺ ഇന്റർവൽ എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ്. അപ്പോ ഓപ്പൺ ഇന്റർവൽ എ ബി ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ സെറ്റിലുള്ള ഒരാൾ ഈ സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ സെറ്റ് അപ്പൊ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നൊരു എലമെന്റ് എടുക്കുക, Z belongs to AB. We have to prove that Z belongs to S. എങ്ങനെയാണ് Z S ൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം നോക്കാം. Z S ൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ Z ഓപ്പൺ ഇന്റർവൽ എ ബിയിലാണെങ്കിൽ we can say that A less than Z less than B. അല്ലെ? Z ഓപ്പൺ ഇന്റർവൽ എ ബിയിലാണെങ്കിൽ Z എക്കും ബിക്കും ഇടയിലാണ്. അപ്പോ Z എക്കും ബിക്കും ഇടയിലാണെങ്കിൽ Z is not an upper bound of S. Z cannot be an upper bound of S. Z cannot be an upper bound of S എന്ന് പറഞ്ഞാല് Z കഴിഞ്ഞിട്ടും സെറ്റിൽ ആരെങ്കിലും ഉണ്ടാവുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സെറ്റിന് അപ്പർ ബൗണ്ട് ആവാൻ കഴിയാത്തത്? സെറ്റിന്റെ സുപ്രീമാണ്, എസിന്റെ സുപ്രീമം ബി ആണ്, അതിനേക്കാളും കുറവാണ് Z. So Z cannot be an upper bound of S. Therefore, there exists Y belongs to S such that Z less than Y. എങ്ങനെ? Z അപ്പർ ബൗണ്ട് ആവാൻ കഴിയില്ല. അപ്പൊ Z കഴിഞ്ഞിട്ടും സെറ്റിനകത്ത് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് ആര്? Y. അപ്പൊ Z belongs to Y. Z less than Y. Y belongs to yes. Z S ൽ ഉണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലേ? Z S ൽ ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സെറ്റിന്റെ അപ്പുറത്തെ എസ് ൽ ഒരാളുണ്ട്, Z കഴിഞ്ഞിട്ട് എസ് ൽ ഒരാളുണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെറ്റിന്റെ ബാക്കിൽ എസ് ൽ ഒരാളുണ്ട് കൂടി നമ്മൾ പ്രൂവ് ചെയ്യും. അതിന് നമ്മൾ ചെയ്യണത് നോക്കുക, Z cannot be an upper bound എന്ന് പറഞ്ഞ പോലെ തന്നെ Z cannot be a lower bound. Why? Z cannot be a lower bound കാരണം സെറ്റിന്റെ ഇൻഫിമം A ആണ്. ഇൻഫിമം is the greatest lower bound. ആണ് A. അപ്പൊ A കഴിഞ്ഞിട്ട് ഒരാൾക്കും ലോവർ ബൗണ്ട് ആവാൻ കഴിയില്ല, എന്റെ ബാക്കിൽ പിന്നെ ലോവർ ബൗണ്ട് ഉണ്ടാവാൻ കഴിയുള്ളൂ. അപ്പൊ Z cannot be a lower bound എന്ന് പറഞ്ഞാല്
സെറ്റിന്റെ ബാക്കിലും സെറ്റിലെ ആളുകൾ ഉണ്ടാവുന്നതാണ്. ആ എലമെന്റ് നമ്മൾ therefore there exists x belongs to S such that x less than z. ഈ y എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഇവിടെ this y is strictly less than b കാരണം b is the supremum of the set and x is here a is the infimum of the set. A is the infimum of the set. അപ്പൊ infimum കഴിഞ്ഞിട്ട് z ന്റെ ബാക്കില് സെറ്റില് ഒരു x എങ്കിലും ഉണ്ടാവുന്നതാണ് നമുക്ക് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. അല്ല കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അല്ല, സുപ്രീമത്തിന്റെ ഇൻഫിമത്തിന്റെയും പ്രോപ്പർട്ടി വെച്ചിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ കിട്ടിയതൊന്ന് നിരത്തി എഴുതി വെക്കുക. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? a less than x less than z less than y less than b. Now x ഉം y ഉം നോക്കുക, x ഉം y ഉം എവിടുത്തെ എലമെന്റ് ആണ് ഇപ്പോ? x ഉം y എവിടുത്തെ എലമെന്റ് ആണ് ഇപ്പോ? x belongs to yes, y belongs to yes. നോക്കുക, അതാണ് പ്രധാനം. x ഉം y ഉം എസ്സിലുള്ള എലമെന്റ് ആണെന്നുള്ളതാണ് നമ്മളുടെ പ്രധാനം. അപ്പോ x ഉം y ഉം എസ്സിലുള്ള ആളുകളാണ്. x ഉം y ഉം എസ്സിലുള്ള ആളുകളാണെങ്കിൽ നമ്മളുടെ തിയറത്തിൽ ഒരു കാര്യം പറയണ്ടേ, if x and y are elements of S, then the closed interval xy is contained in S. Then closed interval xy is contained in S. That is, closed interval xy is contained in S. And by given property, if any two elements belongs to S, then any element between x and y then the closed interval xy contained in S. Closed interval xy S ലുണ്ടെങ്കിൽ x നും y ക്കും ഇടയിലുള്ള എല്ലാരും S ലുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് Z must be belongs to it. This proof is very important കാരണം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ക്യാരക്ടറൈസേഷൻ തിയറം എന്നാണ് എക്സാമിന് ചോദിക്കുക. പിന്നെ ഈ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള പാർട്ടൊക്കെ പ്രൂവ്ഡ് ആയി. അതുകൊണ്ട് ഇതെങ്ങനെ കിട്ടുമെന്ന് മാത്രം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം കിട്ടിയാൽ മതി. അപ്പോ ഒന്നുകൂടി പറയണോ? ഒന്ന് വീഡിയോ റെക്കോർഡർ ആണല്ലോ, നിങ്ങൾ അത് വെച്ചിട്ട് ഒന്നുകൂടി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ z നമുക്ക് കിട്ടിയ എന്താണ്? z belongs to open interval AB implies z belongs to yes. That is, open interval AB is contained in yes. നമ്മൾ നേരത്തെ പറയുന്നു yes is contained in closed interval AB. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? yes ഓപ്പൺ ഇന്റർവൽ AB-ക്കും ക്ലോസ്ഡ് ഇന്റർവൽ AB-ക്കും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എസ് മിനിമം ഓപ്പൺ ഇന്റർവൽ AB ആണ്, മാക്സിമം ക്ലോസ്ഡ് ഇന്റർവൽ AB ആണ്. Then what are the possibilities of S? Either S is open interval AB, or S is closed interval AB, or S is semi-open, semi-closed B, or S is closed A, open B. These are the only possibilities of S. All these are intervals. That is, S is an interval. This is the proof of the first case. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Case 2. S is bounded above. S is bounded above എന്ന് പറഞ്ഞാല് S has a supremum, right? S is bounded above, then S has a supremum. Let B equal to supremum of S. Then
നമുക്ക് എന്താ പറയാ, എസിനാകാവുന്ന പരമാവധി സാധ്യത എന്താണ്? എസിനാകാവുന്ന പരമാവധി സാധ്യത മൈനസ് ഇൻഫിനിറ്റി ബി ആണ്. എസിനാകാവുന്ന പരമാവധി സാധ്യത, എസ് ഇസ് ബൗണ്ടഡ് എബവ് എന്ന് പറഞ്ഞാല് എസിനാകാവുന്ന പരമാവധി സാധ്യത മൈനസ് ഇൻഫിനിറ്റി ബി ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണ എസിനാകാവുന്ന മിനിമം സാധ്യത എസ് മിനിമം മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ബി ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാന് നേരത്തെ പോലെ തന്നെ സെഡ് എടുക്കുക. ലെറ്റ് സെഡ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ബി, ദെൻ എന്താ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ബി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ z cannot be an upper bound, so നമുക്ക് y ഉണ്ടാക്കാം. z cannot be a lower bound, അപ്പൊ നമുക്ക് x ഉണ്ടാക്കാം. അപ്പൊ x ഉം y ഉം s ലുണ്ട്, ക്ലോസ്ഡ് ഇന്റർവൽ xy s ലുണ്ട്, അപ്പോ z ഉം s ലുണ്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ലോവർ ബൗണ്ട് വെച്ചിട്ടും പറയാം. ലോവർ ബൗണ്ട് വെച്ചിട്ട് എങ്ങനെ പറയും? അടുത്ത കേസ് 3 അതേപോലെ പറയാം. ലാസ്റ്റ് കേസ് എങ്ങനെ പറയും? ലാസ്റ്റ് കേസ് s is not bounded above, x is not bounded below. Z belongs to R cannot be an upper bound. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ് അപ്പൊ വരിക. ഫോർത്ത് കേസ് എസ് ഇസ് അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാല് എസിനാകാവുന്ന പരമാവധി സാധ്യത മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട എസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്നാണ്. അപ്പോ എസ് ഈക്വൽ ടു, അപ്പൊ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാന് ലെറ്റ് എക്സ് സെഡ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി, ദെൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. Z cannot be an upper bound, therefore there exists y. Z cannot be a lower bound, therefore there exists x. അതേപോലെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.